കശ്യപപുത്രനായ വൈവസ്വത്വ മനുവിനും പത്നി ശ്രദ്ധയ്ക്കും വിവാഹം കഴിഞ്ഞ് വളരെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും പുത്രഭാഗ്യം ഉണ്ടായില്ല. ദുഃഖിതനായ മനു ഒടുവിൽ വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശാനുസരണം മിത്രാനുവർണന്മാരെ കൊണ്ട് ഒരു യാഗം നടത്തി. യാഗാനന്തരം ശ്രദ്ധ ഗർഭവതിയായി തീർന്നു. യഥാകാലം ശ്രദ്ധ ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തു. പക്ഷെ മനു സംതൃപ്തനായില്ല. മനു വസിഷ്ഠ മഹർഷിയോട് തന്നെ ദുഃഖമറിയിച്ചു. മഹർഷി, ഒരു പുത്രന് വേണ്ടിയാണ് ഞാൻ യാഗമനുഷ്ഠിച്ചത്. പക്ഷേ പെൺകുഞ്ഞാണ് പിറന്നിരിക്കുന്നത്. ഒരു പുത്രനു വേണ്ടിയുള്ള എൻ്റെ ദാഹം അവിടുന്ന് അറിഞ്ഞാലും. അതുപ്രകാരം വസിഷ്ഠൻ തൻ്റെ യോഗാശക്തിയാൽ ഇള എന്ന വൈവസ്വത്വ മനുപുത്രിയെ സുദ്ധ്യംനൻ എന്ന ആൺകുഞ്ഞാക്കി മാറ്റി. സുദ്ധ്യംനൻ വൈവസ്വത്വ മനുവിൻ്റെ കൊട്ടാരത്തിൽ വളർന്നു വന്നു. അസ്ത്രശസ്ത്ര വിദ്യകളിൽ ആ കുമാരൻ നൈപുണ്യം പ്രദർശിപ്പിച്ചു. ഒരിക്കൽ സുദ്ധ്യംനൻ തൻ്റെ സ്നേഹദ്രുമായി മൃഗയാവിനോദത്തിനായി പുറപ്പെട്ടു. ഒടുവിൽ അവർ കൈലാസത്തിന് സമീപത്തുള്ള കുമാരവനമെന്ന വനത്തിൽ പ്രവേശിച്ചു. ഒരിക്കൽ പരമശിവനും പാർവതിയും കുമാരവനത്തിൽ ക്രീഡിക്കുകയായിരുന്നു. ഈ വിവരം അറിയാതെ ഉമാമഹേശ്വരന്മാരെ കണ്ടു വന്ദിക്കുവാനായി ശുനകാദി മഹർഷികൾ വനത്തിൽ ചെന്നു. അപ്പോൾ ക്രീഡലോപുരരായിരുന്ന പാർവതി പരമേശ്വരന്മാർ പൂർണ്ണ നഗ്നരായിരുന്നു. ശുനകാദികൾ തങ്ങളെ നഗ്നരായി കണ്ടതോടുകൂടി പാർവതി പരമേശ്വരന്മാർ ലജ്ജിതരായി. പറ്റിപ്പോയ അബദ്ധത്തിൽ ശുനകാദികളും വിഷമിച്ചു. അവർ മാപ്പിരന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ കുമാരവനത്തിൽ നിന്നും അപ്രത്യക്ഷരായി. ഉമാമഹേശ്വരന്മാരുടെ അപമാനഭാരം എന്നിട്ടും മാറിയില്ല. അനുവാദം കൂടാതെ കുമാരവനത്തിൽ ശുനകാദികൾ പ്രവേശിച്ചതിനാണ് ഈ അനർത്ഥത്തിന് ഇടവരുത്തിയത്. അതിനാൽ ഇനി മുതൽ അനുവാദം കൂടാതെ കുമാരവനത്തിൽ പ്രവേശിക്കുന്നുവൻ ആരായാലും അവൻ സ്ത്രീയായി തീരുന്നതായിരിക്കും. ഗൗരി ഇങ്ങനെ ശപിച്ചു. ദേവിയുടെ ശാപത്തോടെ കൈലാസനാഥനും യോജിച്ചു. ഈ വസ്തുതകളൊന്നും അറിയാതെയായിരുന്നു സുദ്ധ്യംനനും ചങ്ങാതിമാരും കുമാരവനത്തിൽ പ്രവേശിച്ചത്. വനത്തിൽ കാലെടുത്ത് കുത്തിയതും സുദ്ധ്യംനനും ചങ്ങാതിമാർക്കും രൂപമാറ്റം സംഭവിച്ചു. അവർ എല്ലാവരും സ്ത്രീകളായി തീർന്നു. ദുഃഖിതരായ സുദ്ധ്യംനും ചങ്ങാതിമാരും ഇത് തങ്ങളുടെ വിധിയാണെന്ന് കരുതി ആശ്വസിക്കുവാൻ ശ്രമിച്ചു. അനന്തരം സുദ്ധ്യംനൻ തൻ്റെ പൂർവ്വത അറിയാതെ തന്നെ ഇള എന്ന പേര് സ്വീകരിച്ച് കൂട്ടുകാരികളുമായി കൊട്ടാരത്തിലേക്ക് യാത്ര ചെയ്യും. അടുത്തത് ഇളപുരുഷനായ കഥയാണ്. തുടരും.